നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിന്റെ ഫസ്റ്റ് പാർട്ടായ സെപ്പറേഷൻ ഓഫ് ലോസസ് ആണ്. ഇന്ന് നമ്മൾ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിനകത്ത് ഷീറ്റ് സ്റ്റീൽ, അതായത് നോർമലി വരുന്നത് അയൺ ലോസസിന്റെ മെഷർമെന്റ് ആണ്. നമ്മൾ ഈ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷീറ്റ് സ്റ്റീലിന്റെ അയൺ ലോസസ് മെഷർ ചെയ്യാനാണ്. ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ് നോർമലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഷീറ്റ് സ്റ്റീലിന്റെ അയൺ ലോസസ് മെഷർ ചെയ്യാനാണ്. നോർമലി ഷീറ്റ് സ്റ്റീലിന്റെ അയൺ ലോസസ് മെഷർമെന്റിന് 4 മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വാട്ട് മീറ്റർ മെത്തേഡ്, സെക്കൻഡ് വൺ AC ബ്രിഡ്ജ് മെത്തേഡ്, തേർഡ് വൺ AC പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്, ഫോർത്ത് വൺ ഓസിലോഗ്രാഫ് മെത്തേഡ്. അതായത് ഷീറ്റ് സ്റ്റീലിന്റെ അയൺ ലോസ് മെഷർമെന്റിന് 4 മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡ് വാട്ട് മീറ്റർ മെത്തേഡ്, AC ബ്രിഡ്ജ് മെത്തേഡ്, AC പൊട്ടൻഷ്യോമീറ്റർ മെത്തേഡ്, ഓസിലോഗ്രാഫ് മെത്തേഡ്. ഇതിനകത്ത് വാട്ട് മീറ്റർ മെത്തേഡിനെയാണ് നമ്മൾ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. വാട്ട് മീറ്റർ മെത്തേഡാണ് ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷീറ്റ് സ്റ്റീലിന്റെ അയൺ ലോസ് മെഷർമെന്റിന്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് വാട്ട് മീറ്റർ മെത്തേഡ് അല്ലെങ്കിൽ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ്. എന്തിനാണ്? അയൺ ലോസ് മെഷർമെന്റ്. എന്തിന്റെ? ഷീറ്റ് സ്റ്റീലിന്റെ. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ അറേഞ്ച്മെന്റിലോട്ടാണ് പോകുന്നത്. ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യേണ്ട അയൺ ലോസ് മെഷർ ചെയ്യേണ്ട ഷീറ്റ് സ്റ്റീലിന്റെ ഒരു സ്ട്രിപ്പ് എടുക്കുക. ആ ടെസ്റ്റ് ചെയ്യേണ്ട സ്ട്രിപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സ്ട്രിപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് പോലെ ആക്കുക. ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ഫോം. ആ സ്ക്വയർ ഫോമിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സ്ക്വയർ. സ്ക്വയർ ഫോമിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് സ്ക്വയർ അല്ലെങ്കിൽ ലോയിഡ് ഫിഷർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മെഷർ ചെയ്യേണ്ട ടെസ്റ്റ് മെറ്റീരിയൽ, ടെസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏത് ഫോമിലാക്കുക? ക്ലോസ്ഡ് ഫോമിലാക്കുക. ആ മാഗ്നറ്റിക് അതിനെ പറയുന്ന പേരാണ് ലോയിഡ് സ്ക്വയർ. ഇവിടെ നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ലെങ്തും അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 5 to 6 സെന്റിമീറ്റർ വരെ വിഡ്ത്ത് ആവും. നമ്മളിവിടെ എടുക്കുന്ന സ്ട്രിപ്പ് മെറ്റീരിയലിന്റെ ലെങ്ത് 25 സെന്റിമീറ്ററും വിഡ്ത്ത് 5 to 6 സെന്റിമീറ്ററും വരെ ആവാം. ഇനി ഈ സ്ട്രിപ്പ് എന്ന് പറയുന്നത് 4 ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. ഫസ്റ്റ് ബണ്ടിൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഈ ഓരോ ബണ്ടിലും നമ്മൾ ഓരോ കോർണർ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? കോർണർ പീസസ് അല്ലെങ്കിൽ ക്ലാംപ്സ് യൂസ് ചെയ്യുക. നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പ് മെറ്റീരിയൽ കോർണർ പീസസ് അല്ലെങ്കിൽ ക്ലാംപ്സ് ഉപയോഗിച്ച് എന്താണ് കണക്ട് ചെയ്യുക. ഇവിടെ എടുക്കുന്ന കോർണർ പീസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾഡ് കോർണർ പീസ് ആണ്. ഇവിടെ എടുക്കുന്ന കോർണർ പീസ് റൈറ്റ് ആംഗിൾഡ് കോർണർ പീസ് ആണ്. അപ്പൊ റൈറ്റ് ആംഗിൾഡ് കോർണർ പീസ് ആവുമ്പോൾ ഈ എൻഡ് എന്താണ്? റൈറ്റ് ആംഗിൾഡ് പോലെ തന്നെയാവും. അപ്പൊ ഇങ്ങനെ റൈറ്റ് ആംഗിൾഡ് പോലെ ആവുമ്പോഴാണ് ആ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏത് ഫോമില് വരുന്നത്? ഒരു സ്ക്വയർ ഫോമിൽ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ലോയിഡ് സ്ക്വയർ കിട്ടുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു ഈ സ്ട്രിപ്സ്. ഇതാണ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ സ്ട്രിപ്സിനകത്തുള്ള ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പിംഗ് ഉള്ളു. എന്ന് വെച്ചാൽ സ്ട്രിപ്സ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. 4 ബണ്ടിൽസ് എന്ന് പറയുമ്പോൾ 4 കോയിൽസ് ആണ്. അതുപോലെ ഇവിടെ സ്ട്രിപ്സിന് ഇടയ്ക്ക് എന്തില്ല? സ്ട്രിപ്സ് തമ്മിൽ ഓവർലാപ്പിംഗ് ഇല്ല. എന്ന് വെച്ചാൽ അത് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഫ്യൂ മില്ലിമീറ്റർ ആയിരിക്കും. അപ്പം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് ഈ 4 ബണ്ടിൽസ് നമ്മൾ എന്താണ്, അല്ലെങ്കിൽ 4 കോയിൽസ് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. 4 കോയിൽസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, 4 കോയിൽസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സീരീസ് കണക്ഷൻ ആണ്, 4 കോയിൽസും തമ്മിലുള്ള സീരീസ് കണക്ഷൻ ആണ് ഈ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിനകത്തെ പ്രൈമറി വൈൻഡിങ് ആയിട്ട് ഫോം ചെയ്യുന്നത്. 4 കോയിൽസും തമ്മിലുള്ള സീരീസ് കണക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി വൈൻഡിങ് ആയിട്ട് ഫോം ചെയ്തത്. ഇതാണ് സീരീസ് കണക്ഷനെ നോട്ട് ചെയ്യുന്നത്. ഇവിടെയും സീരീസ് കണക്ഷൻ നോട്ട് ചെയ്യാം. അങ്ങനെ 4 സീരീസ് കണക്ഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെയോ 4 കോയിൽസ് തമ്മിലുള്ള സീരീസ് കണക്ഷൻ ആണ് പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് സെക്കൻഡറി വൈൻഡിങ് ആണ്. സെക്കൻഡറി വൈൻഡിങ് പറയുന്നതിന് മുമ്പ് ഒരു കോയിലിനകത്ത് തന്നെ 2 സിംഗിൾ ലെയർ കോയിൽ ഉണ്ട്. ഒരു കോയിലിനകത്ത് തന്നെ 2 സിംഗിൾ ലെയർ കോയിൽ ഉണ്ട്.
ഈ രണ്ട് സിംഗിൾ ലെയർ കോയിലിനെ നമ്മൾ പറയുന്നത്, ഓരോ സിംഗിൾ ലെയർ കോയിലും ഓരോ സെക്കൻഡറി കോയിലാണ്, സെക്കൻഡറി വൈൻഡിങ് അല്ല, ഓരോ സെക്കൻഡറി കോയിലാണ്. അപ്പം ഒരു കോയിലിനകത്ത് രണ്ട് സിംഗിൾ ലെയർ കോയിലുണ്ട്, അതായത് രണ്ട് സെക്കൻഡറി കോയിലുണ്ട്. അപ്പം 4 കോയിലിനകത്ത് എത്ര സെക്കൻഡറി കോയിൽ കാണും? 8 സെക്കൻഡറി കോയിലാണ്. ഒരു കോയിലിനകത്ത് 2 സിംഗിൾ ലെയർ കോയിലുണ്ട്. അങ്ങനെ 4 കോയിലിനകത്ത് 8 സിംഗിൾ ലെയർ കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. 8 സെക്കൻഡറി കോയിലാണുള്ളത്. അപ്പോൾ ഓരോ കോർ അല്ലെങ്കിൽ ഓരോ കോയിലിൽ നിന്ന് നമ്മൾ ഓരോ സെക്കൻഡറി കോയിലിനെ സെലക്ട് ചെയ്യും. ഓരോ കോറിൽ നിന്നും ഓരോ സെക്കൻഡറി കോയിലിനെ സെലക്ട് ചെയ്യും. അങ്ങനെ 4 കോറിൽ നിന്നും 4 സെക്കൻഡറി കോയിലാവും. അപ്പൊ 4 സെക്കൻഡറി കോയിൽ എന്ന് പറയുന്നത് 4 സെക്കൻഡറി കോയിൽ 2 സെക്കൻഡറി വൈൻഡിങ് ആവും. 4 സെക്കൻഡറി കോയില് 2 സെക്കൻഡറി വൈൻഡിങ് ആവും. അപ്പൊ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഈ എല്ലാ കോയിൽസിനെ 4 കോയിൽസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് പ്രൈമറി വൈൻഡിങ് ആവും. സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് ഓരോ കോറിൽ നിന്നുള്ള ഓരോ സെക്കൻഡറി വൈൻഡിങ് 2 സെക്കൻഡറി ഓരോ കോയിലിൽ നിന്നുള്ള 2 സെക്കൻഡറി ഓരോ സെക്കൻഡറി കോയില് എത്രയാണ്? 2 സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് മാറും. അപ്പൊ ഈ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ കണക്ഷൻ വരുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ലോയിഡ് ഫിഷർ സ്ക്വയറിന്റെ അറേഞ്ച്മെന്റ് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് പോവാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട മെറ്റീരിയലിനെ, അതായത് സ്ട്രിപ്പ് മെറ്റീരിയലിനെ ഒരു ക്ലോസ്ഡ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് സ്ക്വയർ സർക്യൂട്ട് അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്ക്വയർ ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതിനെ ലോയിഡ് ഫിഷർ സ്ക്വയർ എന്ന് പറയും. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പ് ലെങ്ത് 25 സെന്റിമീറ്ററും വിഡ്ത്ത് എന്ന് പറയുന്നത് 5 to 6 സെന്റിമീറ്ററും. നെക്സ്റ്റ് ഈ 4 ബണ്ടിലിനെ നമ്മൾ എന്താണ് അസംബിൾ ചെയ്ത് ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആക്കുക. അസംബിൾ ചെയ്യാൻ നമ്മൾ ഒരു ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് ആക്കാൻ നമ്മൾ ഇതിന്റെ കോർണറിനെ നമ്മൾ കോർണർ പീസസ് അല്ലെങ്കിൽ ക്ലാംസ് ഉപയോഗിച്ച് സർക്യൂട്ട് ആക്കി മാറ്റുക. ഇവിടെ നമ്മൾ കോർണർ പീസസ് ആയിട്ട് ഉപയോഗിക്കുന്നത് റൈറ്റ് ആംഗിൾഡ് കോർണർ പീസസ് ആണ്. ഇനി ഈ സ്ട്രിപ്സ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. അതുപോലെ ഞാൻ പറഞ്ഞു 4 കോയിൽസിനെ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ പ്രൈമറി വൈൻഡിങ്ങും ഓരോ കോയിലിനകത്ത് എന്താണ് 2 സെയിം ടൈപ്പ് തന്നെ സിംഗിൾ ലെയർ കോയിലുണ്ട്. ആ സിംഗിൾ ലെയർ കോയിലിനെ നമ്മൾ പറയുന്നതാണ് സെക്കൻഡറി കോയിൽ. അങ്ങനെ 4 എണ്ണത്തിനകത്ത് 8 സെക്കൻഡറി കോയിലുണ്ട്. അത് സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ കോറിൽ നിന്നും ഓരോന്ന് എടുക്കുമ്പോൾ 2 സെപ്പറേറ്റ് സെക്കൻഡറി വൈൻഡിങ് ഫോം ചെയ്യും. നമ്മൾ നേരത്തെ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിന്റെ അറേഞ്ച്മെന്റ് ആണ് പഠിച്ചത്. അറേഞ്ച്മെന്റിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു പ്രൈമറി വൈൻഡിങ് എന്താണ്, സെക്കൻഡറി വൈൻഡിങ് എന്താണ്, സാമ്പിളിന്റെ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പെസിമെന്റെ അല്ലെങ്കിൽ ഷീറ്റ് സ്ട്രിപ്പിന്റെ എന്താണ് പ്രൈമറി വൈൻഡിങ് എന്താണ്, സെക്കൻഡറി വൈൻഡിങ് എങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. ഇനി അതിനെ നമ്മളൊരു സർക്യൂട്ട് ആക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോസസ് ആണല്ലോ. ലോസസ് കിട്ടാൻ വേണ്ടി എന്തായാലും എന്ത് വേണം? ഒരു സർക്യൂട്ട് അറേഞ്ച്മെന്റ് വേണം. അപ്പൊ ആ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് സാമ്പിൾ എന്ന് പറയുന്നത്. ഈ സാമ്പിളിനകത്ത് ഇത് പ്രൈമറി വൈൻഡിങ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പാർട്ടിനകത്ത് 2 സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. 2 സെക്കൻഡറി വൈൻഡിങ് എങ്ങനെ ഫോം ചെയ്തതെന്നും പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഇവിടുത്തെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ്. എ സി സപ്ലൈ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓട്ടോ ട്രാൻസ്ഫോമർ വഴിയാണ്. ഇവിടെ എ സി സപ്ലൈ പ്രൊവൈഡ് ചെയ്ത് ഓട്ടോ ട്രാൻസ്ഫോമർ വഴി എ സി സപ്ലൈ പ്രൊവൈഡ് ചെയ്ത് ആ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു അമ്മീറ്ററുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ അതായത് വാട്ട് മീറ്ററിന്റെ കറന്റ് കോയിലുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ എ സി സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ഇവിടെ എ സി സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. അത് എന്തുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ഈ സ്പെസിമെന്റെ പ്രൈമറി വൈൻഡിങ് അമ്മീറ്ററുമായിട്ടും അതുപോലെ തന്നെ വാട്ട് മീറ്ററിന്റെ കറന്റ് കോയിലുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത സ്പെസിമെന്റെ ഒരു സെറ്റ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിലുമായിട്ട് ഒരു സെറ്റ് സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സെറ്റ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു സെറ്റ് സെക്കൻഡറി വൈൻഡിങ് വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിലുമായിട്ടും അടുത്ത സെറ്റ് സെക്കൻഡറി വൈൻഡിങ് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്ററുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ മെത്തേഡ് എന്ന് പറയുമ്പോൾ
എന്താണ് സപ്ലൈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വാല്യൂവിൽ തന്നെ വെക്കുക. സപ്ലൈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വാല്യൂവിൽ വെച്ചിട്ട് വോൾട്ട് മീറ്ററിന്റെയും അതുപോലെ തന്നെ വാട്ട് മീറ്ററിന്റെയും റീഡിംഗ് എടുക്കുക. സപ്ലൈ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് വാല്യൂവിൽ വെച്ചിട്ട് വോൾട്ട് മീറ്ററും വാട്ട് മീറ്റർ റീഡിങ്ങും കണ്ടുപിടിക്കുക. ഇനി വോൾട്ട് മീറ്ററും വാട്ട് മീറ്റർ റീഡിങ്ങിനെ നമുക്ക് അറിയാം ഓൾറെഡി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്ലൈ ചെയ്ത വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് അപ്ലൈഡ് അതിനെ നമ്മൾ വി പി എന്ന് പറയുമ്പോൾ വോൾട്ടേജ് എന്താ പ്രൈമറിയിലെ വോൾട്ടേജ് നോർമലി വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്താ ഐ ആർ. അപ്പൊ പ്രൈമറിയിലെ വോൾട്ടേജിന്റെ ഇക്വേഷൻ വി പി ഇസ് ഈക്വൽ ടു ഐ പി ഇൻറ്റു ആർ പി. അത് ഇക്വേഷൻ 1 ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇ എം എഫ്. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയും ഐ ആറ് തന്നെ, പക്ഷെ ആറ് വരുമ്പോൾ എന്താണ് ഇവിടെ 2 റെസിസ്റ്റൻസ് വരും. പ്രൈമറിയിലെ റെസിസ്റ്റൻസ് വരും, സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് വരും. അപ്പം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഐ പി ഇൻറ്റു ആർ പി പ്ലസ് ആർ എസ്. അത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഈ ഇതിനകത്ത് അതായത് ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത് ടോട്ടൽ പവർ ലോസ് ആണ്. ടോട്ടൽ പവർ ലോസിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇ ബൈ വി. അത് ഡബ്ല്യു വാട്ട് മീറ്റർ റീഡിംഗ്, ഇ എന്ന് പറയുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, വി വോൾട്ടേജ്. നമ്മൾ ഇവിടുത്തെ 2 ഇക്വേഷൻസ് ഉണ്ടല്ലോ, ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം ഈ ടോട്ടൽ പവർ ലോസിന്റെ ഇക്വേഷനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇക്ക് പകരം എന്താ എഴുതാം? ഡബ്ല്യു ഇൻറ്റു ഐ പി ഇൻറ്റു ആർ പി പ്ലസ് ആർ എസ്. ഇനി വിക്ക് പകരം എന്താ എഴുതാം? ഐ പി ഇൻറ്റു ആർ പി. അതിനകത്ത് ഐ പിയും ക്യാൻസൽ ആവും. ഫൈനൽ ടോട്ടൽ പവർ ലോസിന്റെ ഇക്വേഷൻ ഡബ്ല്യു ഇൻറ്റു ആർ പി പ്ലസ് ആർ എസ് ബൈ ആർ പി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിനകത്ത് ടോട്ടൽ പവർ ലോസ് കണ്ടുപിടിക്കുന്നത്. ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡിനകത്ത് ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ 3 പാർട്ടായിട്ടാണ് ഇതിനെ പഠിച്ചത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെപ്പറേഷൻ ഓഫ് അയൺ ലോസസ് സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡ്. അതിനകത്ത് നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. സെക്കൻഡ് പാർട്ടിനകത്ത് പറയുന്നത് എന്താണ്? ലോയിഡ് ഫിഷർ സ്ക്വയർ മെത്തേഡ് എന്താണ്, അതിന്റെ അറേഞ്ച്മെന്റ് ജസ്റ്റ് നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക. അറേഞ്ച്മെന്റ് 4 കോയിൽസ് വരും. അതിനകത്ത് പ്രൈമറി വൈൻഡിങ് എന്താ, സെക്കൻഡറി വൈൻഡിങ് എന്താ. അതിനകത്ത് പ്രൈമറി വൈൻഡിങ് 1ഉം സെക്കൻഡറി വൈൻഡിങ് 2 വരുന്നത്. ആ അറേഞ്ച്മെന്റിനെ ബേസ് ചെയ്ത് നമ്മളൊരു സർക്യൂട്ട് ഫോം ചെയ്ത്, എന്തിനാണ് സർക്യൂട്ട് ഫോം ചെയ്യുമ്പോൾ നമുക്ക് അയൺ ലോസസ് കിട്ടും, ടോട്ടൽ പവർ ലോസ് കിട്ടും. പവർ ലോസ് ആണല്ലോ നമ്മൾ സ്പെസിമെന്റ് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടൽ പവർ ലോസ് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ സ്പെസിമെന്റിനകത്ത് എന്താണ് പ്രൈമറി വരുന്നുണ്ട്, 2 സെക്കൻഡറി വൈൻഡിങ്ങും വരുന്നുണ്ട്. പ്രൈമറി വൈൻഡിങ് അമ്മീറ്ററും അതുപോലെ തന്നെ കറന്റ് കോയിലുമായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. സെക്കൻഡറി വൈൻഡിങ് അതായത് സാമ്പിളിന്റെ ഒരു സെറ്റ് സെക്കൻഡറി വൈൻഡിങ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് മീറ്ററിന്റെ പ്രഷർ കോയിലുമായിട്ട് കണക്ട് ചെയ്ത്, അതുപോലെ തന്നെ അടുത്ത സെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട് മീറ്റർ. ഇതിനകത്ത് നിന്ന് വാട്ട് മീറ്ററിന്റെയും അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിന്റെയും റീഡിംഗ് മെഷർ ചെയ്തു. വോൾട്ട് മീറ്ററും വാട്ട് മീറ്റർ റീഡിംഗ് മെഷർ ചെയ്തു. അതിനെ ബേസ് ചെയ്ത് 2 ഇക്വേഷൻ ഫോം ചെയ്തു. അതുപോലെ തന്നെ ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ടോട്ടൽ പവർ ലോസിന്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കും ഈ 3 ടോപ്പിക്കും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.